ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുറച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡം 68-ാം സർഗം, അവസാനത്തെ സർഗത്തിന്റെ വ്യാഖ്യാനം. സീതാ സമാശ്വാസന കഥനം. ഇത് 67-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ്. അതിനു മുമ്പ് സീതയെ കണ്ടെത്തി ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഹനുമാൻ ശ്രീരാമന്റെ സന്നിധിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വേണ്ട പോലെ പറഞ്ഞു. ശ്രീരാമ ഹനുമൽ സംവാദമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ചിത്രകൂടത്തിൽ വസിക്കുമ്പോൾ സംഭവിച്ച കാകവൃത്താന്തവും അടയാളവാക്യമായി പറഞ്ഞു. സീത ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഐശ്വര്യ ചൂടാമണിയും ശ്രീരാമന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. ആ സീതാദേവിയുടെ ഒരു സന്ദേശം കേൾപ്പിച്ചു ഹനുമാൻ. രാക്ഷസികളുടെ മധ്യത്തിൽ കഴിയുന്ന എൻ്റെ ക്ലേശവും മറ്റും നീ രാമനോട് പറയണം. കാകന്റെ നേർക്കുപോലും അമ്പെയ്ത അദ്ദേഹം ഈ രാക്ഷസന്മാരിൽ നിന്നും എന്നെ രക്ഷിക്കാത്തത് എന്താണ്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? രാമന്റെ അസ്ത്രത്തിന് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഈ ഭൂമിയിലില്ലല്ലോ. എന്നിട്ടും ലക്ഷ്മണനോടൊത്ത രാമൻ എന്നെ രക്ഷിക്കാൻ എത്തിയില്ലല്ലോ. നിശ്ചയമായും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ ദുഃഖിച്ച് വിലപിക്കുന്ന സീതയെ ഹനുമാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദേവി, ഭവതിയെക്കുറിച്ചുള്ള ശോകത്താൽ രാമൻ എല്ലാത്തിലും ഇന്ന് വിമുഖനാണ്, നിഷ്ക്രിയനായിരിക്കുന്നു. രാമന്റെ ശോകം കണ്ട് ലക്ഷ്മണനും ദുഃഖിക്കുന്നു. ഭവതിയെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടെത്തിയല്ലോ. ഇനി കരയേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ആ നരവ്യാഘ്രന്മാർ ഇവിടെ എത്തി യുദ്ധത്തിൽ രാവണനെ കൂട്ടത്തോടെ വധിച്ച് ദേവിയെ സ്വപുരത്തേക്ക് കൊണ്ടുപോകും എന്നെല്ലാം ഹനുമാൻ സീതയെ ആശ്വസിപ്പിക്കുകയാണ്. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഭവതിയെ ചുമലിലെടുത്ത് രാമന്റെ അടുത്ത് എത്തിക്കാം. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? സീത ഹനുമാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. രാഘവൻ ഇവിടെ വന്ന് രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകുന്നതാകും അദ്ദേഹത്തിന്റെ കീർത്തിക്ക് അനുയോജ്യമായത്. അതിനാൽ ആ മഹാത്മാവിന് കീർത്തി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ നീ വേണ്ടത് പ്രവർത്തിക്കണം. മഹാത്മാവായ രാമൻ ഈ ദുഃഖത്തിൽ നിന്നെന്നെ കരകയറ്റുമാറ് വേണ്ടതെല്ലാം നീ അറിയിക്കണം. ഇങ്ങനെയുള്ള സീതയുടെ സന്ദേശം സുഗ്രീവ വാനരന്മാരുടെ മുമ്പിൽ വെച്ച് ഹനുമാൻ ശ്രീരാമനെ കേൾപ്പിച്ചു. പിന്നെയും കുറെ കാര്യങ്ങൾ കൂടി ഹനുമാൻ പറയുന്നുണ്ട്. അതാഹമുത്തരം ദേവ്യാ പുനരുക്ത സസംഭ്രമം തവ സ്നേഹാന്നരവ്യാഘ്ര സൗഹാർദ്ദാദനുമാന്യജ. ഹേ നരവ്യാഘ്ര, അങ്ങയോടുള്ള സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും എന്നെ ബഹുമാനിച്ച് ദേവി സംഭ്രമത്തോടെ വീണ്ടും പറഞ്ഞു.
വീണ്ടും സീത ഹനുമാനോട് പറഞ്ഞ ഒരു കാര്യം കൂടി പറയാണ്. അടരിൽ രാവണനെ വധിച്ച് എന്നെ വേഗം വീണ്ടെടുക്കുമാറ് പലതും നീ ഇങ്ങനെ ദാശരഥിയായ രാമനോട് പറയണം. എന്നാ സീത വീണ്ടും ഹനുമാനോട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെയും പറയുന്നുണ്ട്, ശത്രുനാശക വീര, കഴിയുമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ദിവസം ഒളിവിൽ പാർത്ത് ക്ഷീണം തീർത്ത് നാളെ പോകാം. ആത്മഭാഗ്യയായ എനിക്ക് നിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ദുഃഖത്തിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. കുറച്ചു നേരെങ്കിലും നിന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ ഇപ്പോൾ ദുഃഖമെല്ലാം മറന്നിരിക്കുകയായിരുന്നു. നീ പോയാൽ ഉടനെ വീണ്ടും ദുഃഖം അനുഭവിക്കാറാകും. നീ പോയാൽ പുനരാഗമനവും പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ പ്രാണന് വീണ്ടും സന്ദേഹമുണ്ടാവും. എൻ്റെ പ്രാണൻ വീണ്ടും സന്ദേഹത്തിലാകും. അതിന് സംശയമില്ല. നിന്റെ സഹായികളായ രക്ഷവാനരന്മാരെയും കപീശ്വരനെയും കുറിച്ച് വലിയൊരു സന്ദേഹവും എൻ്റെ മുന്നിൽ നിൽക്കുന്നതായി തോന്നുന്നു. എന്താണെന്നല്ലേ? ആ വാനര വൃക്ഷ സൈന്യവും നരേന്ദ്രകുമാരന്മാരും ദുഷ്പാരമായി മഹാസമുദ്രത്തെ എങ്ങനെ തരണം ചെയ്യും? ഭൂതങ്ങളിൽ നിനക്കും ഗരുഡനും വായുവിനും മാത്രമേ സമുദ്രം ലംഘിക്കാൻ ശക്തിയുള്ളൂ. ഇക്കാര്യം ഇങ്ങനെ അസാധ്യമായിരിക്കെ കാര്യം നേടാൻ നീ എന്തു സമാധാനമാണ് കാണുന്നത് എന്ന് പറയുക. എങ്ങനെയാണ് അവര് ഈ സമുദ്രം കടന്ന് ഇങ്ങോട്ട് എത്തുന്നത്? ഈ കാര്യം നിറവേറ്റാൻ നീയൊരാൾ തന്നെ സമർത്ഥനാണ്, അതെനിക്കറിയാം. നിന്റെ കീർത്തി ഇതുകൊണ്ട് വർദ്ധിക്കുകയും ചെയ്യും. നിന്റെ കീർത്തിക്ക് കാരണമാകും. പക്ഷേ യുദ്ധത്തിൽ രാവണനെ സർവ്വ സൈന്യങ്ങളോടെ വധിച്ച് വിജയം വരിച്ച് രാമൻ എന്നെ സുപുരത്തിലേക്ക് നയിക്കുമെങ്കിൽ അദ്ദേഹത്തിന് കീർത്തിയുണ്ടാവും. ആ രാമന്റെ കീർത്തി നിലനിർത്തണം. രാക്ഷസൻ രാഘവനെ ഭയന്ന് കാപട്യത്താലാണല്ലോ വനത്തിൽ വെച്ച് എന്നെ അപഹരിച്ചത്. രാമൻ അപ്രകാരം ചെയ്യുന്നത് അദ്ദേഹത്തിന് യോജിച്ച പ്രവൃത്തിയല്ല. രാമൻ അങ്ങനെ ചെയ്യില്ല. ശത്രു സൈന്യനാശകനായ രാഘവൻ ലങ്കയെ സൈന്യങ്ങളാൽ മറച്ച് എന്നെ രക്ഷിച്ചു കൊണ്ടുപോയാൽ അത് അദ്ദേഹത്തിന് യോജിച്ച കർമ്മമാകും. അതിനാൽ യുദ്ധവീരനായ ആ മഹാത്മാവിന് അനുരൂപമായ വിധത്തിൽ കീർത്തി വർദ്ധിക്കുമാറ് നീ വേണ്ടതെല്ലാം ചെയ്യണം എന്ന് സീത ഹനുമാനോട് പറഞ്ഞു. അർത്ഥവത്തും വിനീതവും യുക്തിയുക്തവുമായ ആ വാക്കുകൾ കേട്ട് അതിന് ഹനുമാൻ മറുപടിയും പറഞ്ഞു. ശേഷം അതിന് ഞാനുള്ള മറുപടിയും പറഞ്ഞു എന്ന് ശ്രീരാമനോട് പറയുന്നതാണ് ഹനുമാൻ. ഇതെല്ലാം ആ ദേവിയുടെ യുക്തമായ വാക്കുകൾ കേട്ട് ഞാൻ അതിന് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ദേവി, വൃക്ഷവാനര സൈന്യങ്ങൾക്കെല്ലാം ഈശ്വരനും വാനരോത്തമനും സത്വസമ്പന്നനുമായ സുഗ്രീവൻ ഭവതിയുടെ കാര്യത്തിൽ ദൃഢനിശ്ചയം ചെയ്തവനാണ്. സഖ്യം ചെയ്തിട്ടുണ്ടല്ലോ. അതിവിക്രാന്തന്മാരും മഹാബലവാന്മാരും മനസ്സങ്കല്പ സദൃശരുമായ അനേകം വാനരന്മാർ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽപ്പുണ്ട്, അജ്ഞാനുവർത്തികളായിട്ട്. അവരുടെ സഞ്ചാരത്തിന് മേലെയും കീഴേയും വിലങ്ങിനെയും യാതൊരു തടസ്സവുമില്ല. അതിതേജസ്വികളായ അവർ വൻ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറാറുമില്ല. ബലശാലികളും മഹാഭാഗന്മാരുമായ വാനരന്മാർ വായുമാർഗത്തിലൂടെ പലവട്ടം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് തുല്യന്മാരും എന്നേക്കാൾ വിശിഷ്ടന്മാരുമായ അനേകം വാനരന്മാരുണ്ട്. സുഗ്രീവ സന്നിധിയിൽ എന്നേക്കാൾ താണവരായി ഒരുവനുമില്ല എന്ന് സ്വയം വിനയം കാണിക്കുകയാണ്. കാരണം എല്ലാവരും എന്നേക്കാൾ ശ്രേഷ്ഠന്മാരാണ്. ഞാൻ തന്നെ ഇവിടെ എത്തിയല്ലോ. എന്നേക്കാൾ ശക്തന്മാരാണ് അവരെല്ലാം. അവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അവരെല്ലാവരും നിഷ്പ്രയാസം ഒറ്റച്ചാട്ടത്തിനെ ലങ്കയിലേക്ക് എത്തിച്ചേരും. അതോർത്ത് ദേവി ദുഃഖിക്കേണ്ട എന്ന് ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ചു. പിന്നെ പറഞ്ഞു, മഹാഭാഗി, സീതയെ വിളിക്കുന്നതാണ് ആ നരസിംഹന്മാർ രാമലക്ഷ്മണന്മാര് എൻ്റെ ചുമലിലേറി ഉദിച്ചു വരുന്ന ഉദിച്ചുയരുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ ഭവതിയുടെ അടുത്തെത്തും. ഞാൻ ശ്രീരാമലക്ഷ്മണന്മാരെ എൻ്റെ ചുമലിലേറ്റി ഇവിടെ എത്തിക്കും.
സിംഹതുല്യനും ശത്രുനാശകനുമായ രാഘവനും വില്ലേന്തിയ ലക്ഷ്മണനും ലങ്കാദ്വാരത്തിൽ എത്തിയതായി ഭവതി വേഗം കാണും. മലകളെയും മേഘങ്ങളെയും പോലുള്ള മർക്കട മുഖ്യന്മാർ ലങ്കാമലയ സാനുക്കളിൽ അലറുന്ന ശബ്ദവും വൈകാതെ ദേവി കേൾക്കും. ഉടനെ തന്നെ ആ വാനരന്മാരിവിടെ എല്ലാം എത്തിച്ചേരും. വൈരിനാശകനായ രാഘവൻ വനവാസം കഴിഞ്ഞ് ഭവതിയോടൊത്ത് അയോധ്യയിൽ ചെന്ന് അഭിഷിക്തനാകുന്നത് ഭവതി ഉടനെ തന്നെ കാണും എന്നെല്ലാം ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ചു. തതോ മയാ വാഗ്ഭിരദീന ഭാഷിണ അഭിപ്രസാദിത ജഗാമശാന്തിം മമ മൈഥിലാത്മജ തവാദിശോകേന തഥാപി പീഡിത. എൻ്റെ പ്രിയങ്കരങ്ങളും മംഗളകരങ്ങളുമായ ഭാഷിതങ്ങളിൽ പ്രസാദിതയും വളരെ എൻ്റെ മംഗളകരമായ ഈ വാക്കുകളിൽ ദേവി സന്തോഷമുള്ളവളും അങ്ങയെക്കുറിച്ചുള്ള ദുഃഖം കൊണ്ട് മനം വെന്തവളുമായ സീത എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പ്രശാന്തി പ്രാപിച്ചു. എൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ട് സീത വളരെ ശാന്തിയായി, ദുഃഖത്തിനൊരു ആശ്വാസമുണ്ടായി. ഈ ഹനുമാന്റെ ഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രീരാമനും ആ ദുഃഖത്തിന് നിവൃത്തിയുണ്ടായി, പ്രശാന്തി പ്രാപിച്ചു. മൈഥിലിയും അവിടെ പ്രശാന്തി പ്രാപിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രീരാമനും ഹനുമാന്റെ വാക്കുകളിൽ സന്തോഷം പൂണ്ട് ശാന്തി പ്രാപിച്ചു. ആണ് സുന്ദരകാന്ഡം ഇവിടെ പൂർണ്ണമാവാണ്. ഇത് വായിക്കുന്നുള്ളത് വളരെ വിശേഷമാണ്. കാര്യസാധ്യത്തിനും എല്ലാം വേണ്ടിയിട്ട് സുന്ദരകാന്ഡം വായിപ്പിക്കാറുണ്ട് സാധാരണ. അത് സുന്ദരകാന്ഡത്തെ വേണമെങ്കിൽ ഒരു കീർത്തനമായിട്ട് പാടാം. ഒരൊറ്റ അധ്യായത്തിൽ പറയാം. ഈ സുന്ദരകാന്ഡം മുഴുവൻ വായിക്കാൻ സമയമില്ലെങ്കിൽ തന്നെ ഈ കീർത്തനം ചൊല്ലിയാലും വളരെ വിശേഷമാണ്. ഹനുമാനഞ്ജനാസൂനോ വായുപുത്രൻ മഹാമതി ഈശ്വരന്മാരെ വന്ദിച്ചു കാര്യം സാധിച്ചു പോരുവാൻ ശ്രീരാമപാദം പ്രത്യേകം ധ്യാനിച്ചുത്സുകനായവൻ സാഗരം തരണം ചെയ്യുവാൻ ചാടി വാനരനന്ദനൻ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞെല്ലാദേവരും രാമദൂതനിൽ മൈനാകപർവ്വതത്തിന്റെ സൽക്കാരം കൈവെടിഞ്ഞവൻ മാർഗം തടഞ്ഞു നിന്നോരു സുരസാദേവിയെ ബലാൽ ജയിച്ചു പോരും മധ്യത്തിൽ കണ്ട സിംഹികയെത്തതാ കൊന്നു ലങ്കാപുരം തന്നിൽ പ്രാപിച്ചു വായുനന്ദനൻ ലങ്കാലക്ഷ്മി വസിക്കുന്ന ഗോപുരം തന്നിലെത്തിനാൻ വാനരശ്രേഷ്ഠനെ കണ്ടു ദേവി ചാടിക്കയർത്തിതു കോപിക്കാതെ ഹരിശ്രേഷ്ഠൻ ലക്ഷ്മിയെ തട്ടി മാറ്റിനാൻ ഉള്ളിലുൾപ്പുളകം പൂണ്ടു പ്രവേശിച്ചു നടന്നുടൻ സീതയെ തേടി ഓരോരോ ഭവനം തോറും അഞ്ജസാ രാജധാനികളിൽ ചെന്നു തിരഞ്ഞു രഘുപത്നിയെ കണ്ടതില്ല ഒരിടത്തും ഇണ്ടലാൽ വാടി വാനരൻ ഉദ്യാനങ്ങളിൽ അന്വേഷിച്ചത്യാനന്ദം വെടിഞ്ഞവൻ ഏതു ഭാഗത്തു ചെന്നാലും ദേവിയെ കണ്ടതില്ലഹോ അശോകവനികയ്ക്കുള്ളിൽ അന്വേഷിപ്പാൻ തുനിഞ്ഞവൻ സീതാപതിപദം ധ്യാനിച്ചങ്ങുമിങ്ങും തിരഞ്ഞവൻ കണ്ടു ദേവിയെ ഉത്സാഹത്തള്ളലാൽ ചാടി വാനരൻ രാക്ഷസീകുലമധ്യത്തിൽ നൈരാശ്യത്താൽ അലഞ്ഞവൾ കേണു മുഖം വാടി അശ്രുധാര പൊഴിച്ചവൾ ക്ഷീണിച്ചു ഗൽഗതം പൂണ്ടു രാമരാമേതി ചൊല്ലിയും തൽപാദം തന്നെ ധ്യാനിച്ചു തൽപ്പമാം മണ്ണിൽ വീഴുകയും ചിഗുരം ജടയാൽ മൂടി ആഡംബരവിഹീനയായി മുഷിഞ്ഞു കീറിയുള്ള ഒരു വസ്ത്രത്തെ ചാർത്തിയും സദാ ചിന്താസിന്ധുവിൽ മുങ്ങിക്കൊണ്ടെന്തോ മന്ത്രിച്ചിരുന്നു രാവണൻ മന്മഥാവേശത്തള്ളലാൽ വന്നുവെങ്കിലും ദേവിയാ പിട്ടിൽ വീണില്ല രാമകാരുണ്യ വൈഭവാൽ ഹനുമാൻ ചെറുരൂപത്തിൽ വിനയാന്വിത വേഷമായി അടുത്തു ചെന്നു കൈകൂപ്പി കാര്യം സർവമുണർത്തിനാൻ രാമൻ വാനരവീരന്മാരൊത്തു യുദ്ധം നടത്തിടും ദശകണ്ഠകനെ കൊന്നു ദേവിയെ സ്വീകരിച്ചിടും ദുഃഖിക്കാതെ വസിച്ചാലും അല്പകാലം സുമധ്യമേ ദേവിക്കു നൽകുവാനായി രാമൻ തന്നുള്ള മോതിരം സ്വീകരിച്ചു തിരിച്ചെത്താൻ വരമേകണമംബികേ ഏവം ചൊല്ലിക വിശ്രേഷ്ഠൻ അങ്കുലീയത്തെ നൽകിനാൻ
സന്തുഷ്ടചിത്തയായ ദേവി ചൂടാരത്നത്തെയും തഥാ രാമനായി ഹനുമാൻ തന്റെ കയ്യിലേൽപ്പിച്ചു ചൊല്ലിനാൻ. നാഥനോടുര ചെയ്യേണം മൽക്കാര്യം സർവവും ഭവാൻ, വേഗത്തിൽ വന്നു രക്ഷിപ്പാൻ നോക്കണേ ഹരിപുങ്കവാ. നിനക്കു നന്നായി വന്നിടും എന്മനാശ്വാസമേകയാൽ, ഇത്തരം ചൊല്ലിടുന്നോരു ദേവിതൻ കാൽക്കൽ വീണുടൻ ഹനുമാൻ യാത്ര ചൊല്ലിക്കൊണ്ടു ഉദ്യാനത്തെ തകർക്കുവാൻ തുനിയുന്നത് കണ്ടപ്പോൾ രാക്ഷസന്മാരടുത്തുടൻ രാവണാദേശനിഷ്ഠന്മാർ ഹനുമൽ ഗ്രഹണത്തിനായി പുറപ്പെട്ടെന്നിരുന്നാലും കപിയാൽ ഹതരായവർ. മേഘനാഥൻ പുറപ്പെട്ടു ഹനുമാനെ പിടിക്കുവാൻ, ബന്ധനം ചെയ്തു വേഗത്തിൽ ഹരിയെ കൊണ്ടുപോയിനാൻ. ഹരി രാവണരാജന്റെ മുമ്പിൽ വെച്ചു സമസ്തവും ഉരിയാടി വിശേഷജ്ഞൻ ഹനുമാൻ ലോകവിശ്രുതൻ. രാവണന്റെ വിധിക്കൊത്തു രാക്ഷസർ ഹരി തന്നെ ലാങ്കുലം ശീലയാൽ ചുറ്റി കത്തിച്ചാഹ്ലാദമാർന്നവർ. ഹരിയോ ഹരിയെ ചിന്തിച്ചുത്സാഹത്താൽ മറന്നുടൻ ഭവനാൽ ഭവനം ചെന്നു കത്തിച്ചു സർവദിക്കിലും. ലങ്കാപുരം ദഹിപ്പിച്ചു ദേവിയെ കൂപ്പി വാനരൻ, സമുദ്രം തരണം ചെയ്തിട്ടിക്കരയ്ക്കെത്തിയഞ്ജസാ. ജാമ്പവാൻ അങ്കദൻ തൊട്ട വാനരശ്രേഷ്ഠരോടവൻ കണ്ട വൃത്താന്ത വിസ്താരം ചൊല്ലി സന്തുഷ്ടചിത്തനായി. അത്യാനന്ദാതിരേകത്താൽ ചാടി വാനരരൊക്കെയും മധുഭഞ്ജനവും ചെയ്തു ഫലമൂലം ഭുജിച്ചുടൻ വായുനന്ദനോടൊത്തു പോയി രാഘവ സന്നിധോ സീതാദർശന വൃത്താന്തം ആഞ്ജനേയനുണർത്തിനാൻ. ചൂടാരത്നം കൊടുത്തപ്പോൾ രാഘവൻ പ്രീതി പൂണ്ടുടൻ പാദത്തിൽ വീണൊരാ വായുപുത്രനെ തഴുകിയിടിനാൻ. ശ്രീരാമകാര്യസിദ്ധിക്കായി ഭീമകാര്യം നടത്തിയ വായുപുത്രന്റെ സൽപാദം കൂപ്പുന്നു ഞങ്ങളെപ്പോഴും. ആധിവ്യാധികളേൽക്കാതെ സമ്പൽ സന്താന വൃദ്ധിയെ തന്നു ഞങ്ങളെ രക്ഷിപ്പാൻ കാരുണ്യം കലരേണമേ. ആഞ്ജനേയം മഹാവീരം രാമസീതാപ്രിയങ്കരം സർവസൽഗുണസമ്പന്നം വന്ദേ ശ്രീമാരുതാത്മജം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.